കാറ്റത്തെ കിളിക്കൂടിൻ്റെ അടുത്ത ആഴ്ചയിലത്തെ അടിപൊളി പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നീതുവിൻ്റെ വീട്ടുകാർ, അതായത് അച്ഛനും അമ്മയും വന്ന് നമ്മുടെ സുധീഷിൻ്റെ വീട്ടുകാരെയും ഹരീഷിനൊക്കെ ഞങ്ങളുടെ അപമാനിക്കുന്നു. അതായത് ഈ നാട്ടിലെ എല്ലാവരും ആരോട് ചോദിച്ചാലും ഇതൊരു ബോയ്സ് ഹോസ്റ്റലാണെന്ന് പറയുള്ളൂ. 5 പുരുഷന്മാർ താമസിക്കുന്ന ഒരു കൂടാരം, ഇതിൻ്റെ വീടെന്ന് പറയുമോ, അങ്ങനെയുണ്ട് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തി അപമാനിക്കുന്നു. ഈ വീട്ടിൽ പെണ്ണുങ്ങൾ സ്ത്രീകൾ വാഴുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം നികേഷ് സങ്കടം കൊണ്ട് തല കുനിച്ച് നിൽക്കുന്നു. ഭാസ്കരനോ സുധീഷിനോ അതുപോലെ തന്നെ സുഭാഷിനോ ഇതിനൊന്നും ഒരു മറുപടി പറയാൻ പറ്റണില്ല. അവരാകെ വിഷമിച്ച് നിൽക്കണ്. അപ്പോൾ നിധി പെട്ടെന്ന് സുധീഷിനെ വിളിച്ച് അകത്തേക്ക് പോയിട്ട് പറയും, ആ താലിമാല എന്തേന്ന് ചോദിക്കുമേ, എന്തിനാന്ന് ചോദിക്കും, ഇങ്ങോട്ട് താ എന്ന് പറയും. അങ്ങനെ സുധീഷ് വേഗം താലിമാല എടുത്ത് കൊടുക്കും. അങ്ങനെ നിധി ആ താലിമാല എടുത്ത് കഴുത്തിലിട്ട് അത് പുറത്തേക്ക് ഇട്ടിട്ട് മാസമായിട്ടൊരു വരവുണ്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്രൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയും, ഞാനേ സുധീഷിൻ്റെ ഭാര്യയാണ്, ഞാൻ എന്ന് സുധീഷിനെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നോ അന്ന് തുടങ്ങി ഈ വീട്ടിലെ ചീത്തപ്പേരൊക്കെ പോയി, സ്ത്രീകൾ വാഴില്ല എന്ന് പറഞ്ഞിട്ട് എന്തേ ഞാനിവിടെ ജീവിച്ചിരിപ്പില്ലേ എന്ന് നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ എന്നൊക്കെ ചോദിച്ച് നിധി അട്ടഹസിക്കുന്നു. അപ്പോൾ അവരുടെ വായല നാവങ്ങോട്ട് ഇറങ്ങി പോകണവർക്ക് ഒന്നും മിണ്ടാൻ പറ്റാണ്ട് അവർ തിരിച്ചു പോകണം. ഭയങ്കര സന്തോഷമായിട്ട് സുധീഷിന് താലിമാല മേടിച്ചിട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങോട്ട് തുള്ളിച്ചാടുന്നു. അതുപോലെ തന്നെ നമ്മുടെ നികേഷിനും സുഭാഷിനൊക്കെ ഭയങ്കര സന്തോഷമാകും. ഭാസ്കരനും അതേട്ടാ കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാസ്കരൻ സുഭാഷിനോട് പറയണേ, രണ്ടുപേരും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന കണ്ടാൽ മതിയായിരുന്നു എന്നും പറയുന്നത്. അതിന് ശേഷം അവരെല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഒരു ടൂറ് പോകണം. കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടിരുന്ന് ഭക്ഷണം കഴിക്കലും നിധി കടലിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അപകടം പറ്റുന്നതും നമ്മുടെ സുധീഷ് വാരി എടുക്കുന്നതും അങ്ങനെ സുധീഷിന് ഡണ്ണെന്ന് അറിഞ്ഞ് കൊടുക്കുന്നുണ്ട് നമ്മുടെ സുഭാഷും നികേഷും. അങ്ങനെ സുധീഷിനെയും അതുപോലെ തന്നെ നമ്മുടെ നിധിയെയും കൂടെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം എന്തെങ്കിലും വഴികളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് ആ ചേട്ടനും അനിയനും. അങ്ങനെ അടുത്ത ആഴ്ചയിലത്തെ എപ്പിസോഡ് എന്തായാലും നമ്മുടെ കിളിക്കൂട് സൂപ്പർ അടിപൊളി എപ്പിസോഡുമായിട്ട് വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ.